ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് സജി ചെറിയാൻ്റെ വാക്കാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തത് AK ബാലൻ്റെ വാക്കാണ്. എത്രയോ ആഴ്ചകളായി മാസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്നത് വെള്ളാപ്പള്ളി നടേശൻ CPM-നെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെയും വാഴ്ത്തിക്കൊണ്ട് പറയുന്ന കൂട്ടത്തിലൊക്കെയുള്ള ഈ മുസ്ലിം വിരുദ്ധതയാണ്. ഇത് പക്ഷേ ഇപ്പം തുടങ്ങിയതാണ് എന്നെനിക്ക് തീരെ തോന്നുന്നില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ ഒന്ന് രണ്ട് പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാം. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശൈലജ ടീച്ചർക്ക് വേണ്ടി ഉണ്ടായ ഒരു കാഫിർ പോസ്റ്റില്ലേ, അത് ആരുണ്ടാക്കിയാണെന്ന് വ്യക്തമല്ലേ. അതിനു മുൻപ് ഇലക്ഷനിൽ പറഞ്ഞിരുന്ന ഒരു മുദ്രാവാക്യം ഹസൻ അമീർ കുഞ്ഞാലിക്കുട്ടി എന്നാണ്. ഹസൻ എന്ന് പറഞ്ഞാൽ MM ഹസൻ കോൺഗ്രസ്, അമീർ എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി, കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ്. അപ്പം ഈ മൂന്നെണ്ണം എടുത്തു കാണിച്ചിട്ട് വരാൻ പോകുന്ന ഗവൺമെന്റ് ഇങ്ങനെയാണ്. ഒന്നാമത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം, ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ ഒരു ശക്തമായ രാഷ്ട്രീയ സാന്നിധ്യമല്ല. 1000-ഓളം പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്ത് പോലും അവർ ഭരിക്കുന്നില്ല. അവർക്ക് അത്ര അംഗസംഖ്യയില്ല, അവർക്ക് അത്ര വോട്ടുമില്ല. ഇത് മുഴുവൻ മുസ്ലിം വിരുദ്ധത പറയാനുള്ള ഒരു കാരണമായിട്ട് പറയാം. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, TP ചന്ദ്രശേഖരനെ കൊല്ലാൻ പോകുന്ന കാറിന്റെ പിറകിൽ മാഷാ അല്ലാ എന്നുള്ള സ്റ്റിക്കർ ഒട്ടിക്കുന്നത് എന്തിനാണ്? ഇതൊന്നും ചെറിയ കാര്യങ്ങളല്ല, ഇതൊക്കെ വളരെ ആസൂത്രിതമായി വരുന്ന ഒരു കാര്യമാണ്. ഇപ്പോ അനങ്ങിയാലും മുസ്ലിം ഇപ്പോൾ സജി ചെറിയാന്റെ പ്രസ്താവത്തിലുള്ള ഒരു കാര്യം BJP-യെയും ലീഗിനെയുമാണ് അദ്ദേഹം താരതമ്യപ്പെടുത്തുന്നത്. ഒന്നാമത് BJP എന്ന് പറയുന്ന ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു പാർട്ടിയാണ്. മുസ്ലിം ലീഗിന് ഒരു കാലത്തും അങ്ങനെ ഒരു 47 ശേഷമുള്ള ലീഗിനെ പറ്റിയാണ് പറയുന്നത്, ഒരു രാഷ്ട്രസ്ഥാപനം എന്നുള്ളൊരു സംഗതി ഇല്ല. ഇവരിപ്പോൾ 48 മാർച്ച് 10 ഉണ്ടായ പാർട്ടിയാണല്ലോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അപ്പോൾ ഇത് മുഴുവൻ ഹിന്ദു ഏകീകരണം, അതാണല്ലോ ഇപ്പം വെള്ളാപ്പള്ളി പറയുന്നത്. അതിലിപ്പോൾ SNDP NSS സൗഹൃദം, ഹിന്ദു ഏകീകരണം, നായാടി മുതൽ നസ്രാണി വരെ എന്ന് പറയുന്നു. പിന്നെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അധിക്ഷേപിച്ച് എത്രയെങ്കിലും സംസാരിച്ചു വെള്ളാപ്പള്ളി നടേശൻ. ഒരു വാക്കുകൊണ്ട് പോലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനെതിരായിട്ട് ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. അപ്പോൾ അത് മുഴുവൻ അവര് അംഗീകരിക്കുന്നതാണെന്നാണ് അതിൻ്റെ അർത്ഥം.